എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ ഈ കാണിക്കുന്ന സ്ലിം ബാഗ് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഞാനിത് കുറച്ച് വെട്ട് പീസ് തുണിയൊക്കെ ചേർത്ത് വെച്ച് തയ്ച്ചെടുത്തിരിക്കുന്ന ഒരു സ്ലിം ബാഗാണ്. നമുക്ക് ഏതൊരു തുണിയിലും തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു ബാഗാണ്. ഞാനിത് ബാഗ് തയ്ക്കാനായിട്ട് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിഫ് ഇല്ലാത്തവർക്ക് നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കട്ടിയുള്ള കവറുണ്ടല്ലോ, ആ കവർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ തുണി എടുത്തിരിക്കുന്ന 21 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് വീതിയും 21 ഇഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി സ്റ്റിഫ് ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കട്ടിയുള്ള കവറിൽ ഈ ഒരു കവർ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങും വേണം കേട്ടോ. അപ്പോൾ ലൈനിങ്ങും എടുത്തിരിക്കുന്നത് നമ്മൾ ബാഗിൻ്റെ തുണിയുടെ അളവിലാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ഇതിൻ്റെ 4 അരികും ഒന്ന് തയ്ക്കണം. പിന്നെ ഇടയ്ക്കൂടെ 4 സ്റ്റിച്ചിങ്ങും കൂടെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഒരു 3 സ്റ്റിച്ചിങ്ങും കൂടെ കൊടുത്ത് ചെയ്തെടുത്തുകൊണ്ട് വരണേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബാഗിന് ഇച്ചിരി ഭംഗി കിട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നെറ്റിൻ്റെ തുണിയായിരുന്നു, ചുരിദാർ പീസിൻ്റെ ബാലൻസ് തുണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ സാരി ബോർഡർ കിട്ടിയിട്ട് ഈ കളർ സാരി ബോർഡർ എൻ്റെ കയ്യിലിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അതിൻ്റെ നടുക്ക് ഭാഗത്തൂടെ സാരി ബോർഡർ അങ്ങ് കൊടുക്കാമെന്ന്. അപ്പോൾ അതൊരു 4 ഇഞ്ച് വീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 21 ഇഞ്ച് നീളത്തിലാണ് ആ ഒരു ബോർഡർ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിങ്ങനെ നടുക്ക് ഭാഗത്ത് വെച്ചിട്ട് അതിൻ്റെ 2 അരികും ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. നല്ല വശത്ത് വെച്ചിട്ട് 2 സൈഡും ഒന്ന് തയ്ച്ചെടുക്കണേ ഇതുപോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എല്ലാം എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ കളർ തുണിയാണെങ്കിൽ ഇങ്ങനെയൊന്നും തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലെയിനായിട്ടൊരു വെള്ള തുണി ആയതുകൊണ്ട് അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെയൊന്ന് കൊടുത്താണ്. അപ്പം ഇച്ചിരി ഭംഗിയിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഇതുപോലെ ഒന്ന് ഒരു സൈഡൊന്ന് 2ആയിട്ട് മടക്കുക കേട്ടോ. 2ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കിത് ഇതുപോലൊന്ന് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സൈഡ് മാത്രം അങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലെ പ്ലെയിൻ തുണി നീല കളർ തുണി എടുത്തിട്ടുണ്ട്. അതൊരു 2 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ നമ്മുടെ ഈ തുണിയുടെ മേൽവശത്ത് വെച്ചിട്ട് ചുറ്റാകെ ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ വീതിക്ക് മടക്കി വെച്ചങ്ങ് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം ഈ തുണി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ കേട്ടോ. നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ 4 അരികത്തോടെ അങ്ങ് തയ്ച്ച് പിടിപ്പിച്ചിട്ട് അത് ഉൾഭാഗത്തേക്ക് മടക്കി ചെറിയ വീതിയിലൊന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഞാൻ 1-2 ദിവസങ്ങളിലാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഒരു പനിയൊക്കെ വന്ന് ആകെ വയ്യാതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇപ്പോൾ 1-2 വെച്ച് ഞാനിടുന്നത് കേട്ടോ. റൗണ്ടിൽ നമ്മൾ ആ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഉൾഭാഗത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ഉൾഭാഗത്തുനിന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ നല്ല വശമാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉൾഭാഗത്തേക്ക് മടക്കി കൊടുത്തിട്ട് നല്ല വശത്തൂടെയാണ് തയ്ച്ച് പോകുന്നത്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളൊരു തുണി വെച്ച് ഉൾഭാഗത്തേക്ക് മടക്കി തയ്ച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ ബോർഡർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 പീസ് തുണിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ആ തുണിയുടെ നടുക്ക് ഭാഗത്തായിട്ട് സ്റ്റിഫ് വെച്ചിട്ടുണ്ട് കേട്ടോ. താഴ്വശ ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു വയലറ്റ് കളറാണ് നമുക്ക് മേളിൽ വരുന്ന തുണി. അപ്പോൾ അത് 7 ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിക്കുമാണ് ആ 2 പീസ് തുണി എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കിങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് 2ആയിട്ട് മടക്കാം കേട്ടോ. 2ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്കൊരു 3 ഇഞ്ച് നമുക്കിതുപോലെ ടേപ്പ് വെച്ചിട്ട് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാവേ. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ടേപ്പ് വെച്ചിട്ട് ആ ഓപ്പൺ അല്ലാത്ത ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലൊന്നൊരു ലൈനാക്കി കൊടുക്കുക, ഒന്ന് ചരിച്ച് ഇതുപോലൊന്ന് വരയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ വരയിട്ട് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിതാ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തുണി ഇതുപോലെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേൽഭാഗത്തോട്ട് നമുക്ക് വേറൊരു ചെറിയൊരു തുണി വെച്ചിട്ട് നേരെ തയ്ച്ചിട്ട് അതിങ്ങനെ ചെറിയ വീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് വയ്ക്കണേ. അപ്പോൾ ഇനി അതും കൂടി ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തുണി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു 7 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. 7 ഇഞ്ച് ഒരു സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അടുത്ത സൈഡിലും ആ സെയിം തന്നെയായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്നറിയാമോ? ഇത് ഇങ്ങനെ നമ്മൾ മടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മളിപ്പോൾ ചെറിയ 2 പീസ് തുണി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ടല്ലോ, 2 സൈഡിലായിട്ട് അത് നമുക്ക് ഇതുപോലെ വെച്ചിട്ട് തയ്ച്ച് വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചെറിയ പീസ് തുണി എടുത്തിരിക്കുന്ന 7 ഇഞ്ച് നീളം 2.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഈ ഒരു തുണിയായിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ 3 അരികും സ്റ്റിച്ച് ചെയ്തങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ ആ ചെറിയ പീസ് തുണി പിടിപ്പിച്ച പോലെ തന്നെ നമുക്ക് അടുത്തരികിലും നമുക്ക് അതേപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല, ഒരു സൈഡ് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ 2 സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറിയ പീസ് തുണി 2 സൈഡിലായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വശമാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല വശമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ പ്രസ് ബട്ടൺ പിടിപ്പിക്കുക, അതല്ലെങ്കിൽ നമുക്ക് 2 പീസ് ചെറിയ വെൽക്രോ നമുക്ക് തയ്ച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 പീസ് ചെറിയ പീസ് വെൽക്രോ എടുത്തിട്ട് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാനാണ് പോകുന്നത്. നമുക്ക് വെൽക്രോ ആണെങ്കിൽ തയ്ച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 സൈഡിലും ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആ 2 അരികത്തായിട്ട് നമുക്ക് ചെറിയ പീസ് വെൽക്രോ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2 ഭാഗവും 2 സൈഡിലും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് ആ വെൽക്രോ തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാഗിൻ്റെ വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. ഈ ബാഗിൻ്റെ പുറത്ത് ഈ സൈഡ് ഭാഗത്താണ് കേട്ടോ വള്ളി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വള്ളിയുടെ നീളം വരുന്നത് 49 ഇഞ്ചാണ് കേട്ടോ. 49 ഇഞ്ച് നീളവും പിന്നെ ഒരു 1/2 ഇഞ്ച് വീതിയിലാണ് ഈ വള്ളി തയ്ച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ച് വീതിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ വള്ളി എല്ലാവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാമല്ലോ, അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് കേട്ടോ. ഇനി ഈ വള്ളിയുടെ തുമ്പ് ഇങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തോട്ട് നല്ല ഭാഗത്ത് സൈഡ് വശത്തേക്ക് വെച്ചിട്ട് ആദ്യം അവിടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. പിന്നെ വള്ളിയുടെ അടുത്ത ഒരു തുമ്പെടുത്തിട്ട് അതും അതിൻ്റെ ആ തുമ്പ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ അടുത്ത സൈഡിലേക്ക് വെച്ച് അവിടെ അങ്ങ് സ്ക്വയറായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വള്ളിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ബാഗല്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അകത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മൊബൈലും പിന്നെ നമ്മുടെ ചെറിയ കുഞ്ഞ് പേഴ്സൊക്കെ നമുക്ക് അതിലേക്ക് വെച്ച് ഇതുപോലെ നമുക്ക് അടച്ച് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ബാഗാണ് കേട്ടോ. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ബാഗ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കുക. നമുക്ക് ഏതൊരു തുണിയിലും തയ്ക്കാൻ പറ്റിയ ഒരു ബാഗാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാഗ് തയ്ച്ച വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.